ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്യുക. ഈ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഇത് ക്ലോസ് ചെയ്യരുത്. അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഒരു കാരണവശാലും ക്ലോസ് ചെയ്യരുത്, ഫുള്ളി ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓപ്പൺ ആക്കി വെച്ചിട്ട് അതനുസരിച്ച് ഡിസ്ചാർജ് എടുക്കുക എന്നുള്ളതാണ്. കളക്റ്റിംഗ് ടാങ്കാണ്. കളക്റ്റിംഗ് ടാങ്കിൽ 5 സെൻറ്റിമീറ്റർ ആണ് റൈസ് വേണ്ടതെങ്കിൽ അങ്ങനെ 5 സെൻറ്റിമീറ്റർ റൈസിന് എത്രത്തോളം ടൈം എടുക്കുന്നത് നോക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 സെൻറ്റിമീറ്റർ റൈസ് എടുക്കുമ്പോൾ ഡിസ്ചാർജ് ഓഫ് ആക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കളക്റ്റിംഗ് ടാങ്കിൽ എത്രത്തോളം സമയം എടുക്കുന്നുള്ളത് നോക്കണം. 2 ഇത് എനർജി മീറ്ററിൽ ഇംപ്രഷൻസ് 5 ഇംപ്രഷൻസിന് എത്രത്തോളം ടൈം എടുക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ 5 ഇംപ്രഷൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 5 ഇംപ്രഷൻസിന് അതായത് 5 പ്രാവശ്യം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ എത്രത്തോളം ടൈം എടുക്കുന്നു എന്ന് നോക്കണം. അതാണ് ഇംപ്രഷൻ്റെ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്കുള്ളത് ഗേജ് റീഡിങ്സ് ഉണ്ട്. ഇവിടെ വാക്യൂം ഗേജ് ഉണ്ട്, പ്രഷർ ഗേജ് റീഡിങ്സ് ഉണ്ട്. ഇത് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. ഇവിടെ നമുക്കിപ്പോൾ MMHG ആണെങ്കിൽ ഈ പുറത്ത് കാണുന്ന റെഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അത് ഈ പുറത്ത് കാണുന്ന സംഭവമാണ്. അതാണ് നമുക്ക് ഓരോ ഡിസ്ചാർജിനും നമ്മൾ എടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ പോലെ ഈ 5 ഇംപ്രഷൻസിന് നമുക്ക് വേണ്ട എനർജി മീറ്ററിൽ നിന്നുള്ള 5 ഇംപ്രഷൻസിൻ്റെ റീഡിങ്ങും കളക്റ്റിംഗ് ടാങ്കിൽ എത്രത്തോളം ടൈം എടുക്കുന്നുള്ള റീഡിങ്ങും പിന്നെ പ്രഷർ ഗേജും വാക്യൂം ഗേജിൻ്റെ റീഡിങ്ങുമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇത് 4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ബാക്കിയുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനുള്ളത്.